നമ്മുടെ ബ്ലോക്ക് അടിസ്ഥാനത്തില് 18 മീറ്റർ തൈ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് സംഘടിപ്പിക്കാൻ പണി നോക്കണട്ടാ. എനിക്ക് കിട്ടൂല. അതെങ്ങനെ കിട്ടാണ്ട്? എനിക്ക് ഭൂമിയില്ലല്ലോ. ഓ അപ്പൊ നിനക്കില്ലേ അല്ലേ? അല്ല പറഞ്ഞു കേട്ടായിരുന്നു. ശരിട്ടാ ബീഡി ഉണ്ടോട്ടെ. വീട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ചാക്കലെ. അത് നിനക്ക് തന്നെ എനിക്ക് ജീവിക്കാ. കളിയാക്കല്ലേ ബീഡി പറഞ്ഞ വലിക്കാൻ. അത് തന്നെയാണ് ഈ നാട്ടുകാരെ പണിക്ക് വിളിച്ചാലോ കുഴപ്പം. ഉള്ള സമയമൊക്കെ ബീഡി വലിച്ച് തീർക്കും. പൊന്നെ ബീഡി വേണ്ടേ? ഞാൻ ഏറ് വലിച്ച് കയറ്റിക്കോളാം. ഒരു 2 തറ കൂടി വീട് വെള്ളം നനക്കട്ടെ. അച്ഛാ മതി ഇനി ചായ കുടിക്കേ. എത്ര നേരം കാത്തുക ആ ചക്കന് പ്രാന്തം തുടങ്ങി. ആ മീൻകാരൻ അവിടെ കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു. അതിനായാലും വഴക്ക് പറഞ്ഞ പൈസ കൊടുത്താ? അപ്പൊ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സാധനങ്ങളുടെ പൈസ നമുക്ക് കിട്ടണ്ട. നല്ല അയാൾക്ക് കാശ് കൊടുക്കാം. നമ്മള് ഞാൻ മുട്ട കാശ് വാങ്ങിയാ മോട്ടർ കാശ് കിട്ടിയില്ല. അപ്പൊ അത് മേടിക്കാൻ പറ്റില്ല. നമ്മള് മേടിക്കുന്ന കാശൊക്കെ എടുത്ത് കൊടുത്തോ. ഓരോ ഭാഗത്തിന് വല്ലാത്ത കാര്യങ്ങൾ പറയണോ. അച്ഛൻ ചായ കുടിച്ചേ? ആ പേര് ഓ അതാ ചായ കുടിച്ചോ. ഒരു പണിയെടുക്കൂല മനുഷ്യനെ കൊണ്ട്. എന്നാ കൊടുക്കണ്ട വേണം ഇങ്ങോട്ട് വന്നോ. തമാശ പറഞ്ഞാൽ മനസ്സിലാവും. തമാശ പറയരുത്. പണി 11 നീ കഴിച്ചിട്ട് ഓരെണ്ണം എനിക്ക് ബാക്കി വെച്ചിട്ടാ. നല്ല ആളാ. ഇതെല്ലാം അന്വേഷിച്ച് അപ്പൊ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ അല്ലേ? നമ്മുടെ ഈ കൃഷിഭവൻ എവിടെ? എന്തേ പറഞ്ഞില്ലേ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതിയിലേ 6000 ഉറുപ്പ്യാണ് ഒരു കർഷകനെ വെറുതെ കൊടുക്കണ്. കർഷകർക്കാണ് മുതലാളിക്ക് കൃഷി ഉണ്ടാ. അതൊന്നും നോക്കണ്ടതേ. നമ്മൾ സ്വന്തമായിട്ട് ഭൂമിയിലെ കരടച്ചതിന്റെ ഒരു റെസീറ്റ്, പിന്നെ ആധാർ കാർഡിന്റെ കോപ്പിയും റേഷൻ കാർഡിന്റെ കോപ്പിയും കൊടുത്ത ഒരു അപേക്ഷ കൊടുത്താൽ 6000 ഉറുപ്പ്യാണ് കിട്ടുന്നത്. 6000 ഉറുപ്പ്യ വെറുതെ കിട്ടുമ്പോ കളയണോ? ഇത് എവിടെയാന്ന് പറ. ഇതെന്താ ഉണ്ടമ്പരിയ? ഇത് പൊരിയുണ്ടാണ് 4 എണ്ണം. അതെ അവിടെ സൊസൈറ്റി പടിയില്ലേ? സൊസൈറ്റി പടിയെന്ന് അമ്പലം സ്റ്റോപ്പ് എത്രയായിട്ട് മുമ്പേ. അപ്പൊ അമ്പലം സ്റ്റോപ്പില് ഇറങ്ങിട്ട് ഒന്ന് കുറച്ച് പിന്നിലേക്ക് മതി. സ്റ്റോപ്പിലൊന്നും ഇറങ്ങണ്ട, ഞാൻ കാറിലല്ലേ പോണു, ബസ്സിലൊന്നല്ല. പിന്നെ കുഴപ്പമില്ല. സ്റ്റോപ്പ് എത്ര അമ്പലം സ്റ്റോപ്പ് എത്രയായിട്ട് മുമ്പേ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ പോയിട്ടെ അപേക്ഷ കൊടുക്കട്ടെ. കൊള്ളാം, കൃഷിഭവൻ അറിയാത്ത കൃഷിക്കാരൻ. അല്ലച്ചാ ഈ 6000 രൂപ നമുക്ക് കിട്ടില്ലേ? പിന്നെ കിട്ടാണ്ട് പിന്നെ അച്ഛനെന്താ പോവാത്തെ? എല്ലാവർക്കും കിട്ടി കഴിയും, പിന്നെ നമുക്ക് കിട്ടൂല. അച്ഛൻ ഇവിടെ കളച്ചോണ്ട് അങ്ങനെ നിന്നോ? ഞാൻ പോണെന്ന് വിചാരിച്ചാൽ ഇന്നിപ്പോ ഈ പണി നമ്മൾ നിർത്തിട്ട് പോവാന്ന് വിചാരിച്ചോ? വേണ്ടല്ലേ? വേണ്ടെന്ന് പോവാന്ന്. നീ എന്താ മൂടിട്ടോ? ഇത് അയാള് കണ്ടാന്ന് ഓർത്താണ്. വെറുതെ കിട്ടിയ ആസിറ്റും വലിച്ചു കുടിക്കും അയാള്. അതെ 10-42 നടക്കാണ്ടിട്ടാ. ഇത് ഞാൻ തീർത്തോളാം. ഇത് തീർക്കാനല്ല, പണി തീർക്കണം പറഞ്ഞാല്. ഇത് കടിച്ചോണ്ടിരിക്കണ ഇല്ല പറയൂ. മീൻകാരെന്ന് പറഞ്ഞ ചെയ്തോറാ. നോട്ട് നിരോധനത്തിന്റെ സമയത്ത് ബാങ്കിൽ ഉണ്ടാകാനൊക്കെ വലിയ ക്യൂ ആ ഇവിടെ. ഇത്ര ആൾക്കാർ എവിടുന്നാ വന്നെന്ന് ഞാൻ ആലോചിക്കും. ഇത്രയും കർഷകർ നാട്ടിലുണ്ടായിട്ട് അരിയും പച്ചക്കറി ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വരണം. വെറുതെ വിഷം കൊടുക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 5 ലിറ്ററിന്റെ കാനുമായിട്ട് വരും. വല്ലാത്ത ജനങ്ങൾ. വെടിവെച്ച് കൊല്ലാനാ തോന്നണം. വേണാ എന്ത് തോക്ക് വെടിവെച്ച് കൊല്ലാല. ഇവിടെ പ്രാന്തി പിടിച്ചിരിക്കുമ്പോ ഒരുമാതിരി പൊട്ട കോമഡി കൊണ്ട് വരരുത് കേട്ടാ. ഒരു പണി എടുക്കില്ല, മൊബൈലിൽ തന്നെ നോക്കിയിരുന്നോ? കുറച്ച് വെള്ളമെങ്കിലും കൊണ്ട് തരാമോ? കാരണം ആ റേഷൻ കാർഡ് കോപ്പി ചെയ്യുന്ന ബാക്കി ഞാൻ എഴുതി ചേർത്തോളാം. പിന്നെ നമ്മുടെ അനുഭവിയുടെ ഒക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടും കേട്ടാ. പെട്ടെന്ന് ഒരു പണി ചെയ്തോണ്ടിരിക്കുന്നില്ലേ? ഹലോ, ഇതെന്താണ്? ചന്തയാണോ? നിങ്ങൾ മര്യാദ നിൽക്കുന്നവിടെ? ഉങ്കിട്ടുണ്ടോ ഇവിടെ? അയാളെ വീട് ഇവിടെ എന്റെ പൊന്ന് ചേട്ടാ, എല്ലാവരും 6000 രൂപയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന ആളുകളാണ്. അതെ, നിങ്ങൾ വന്ന ഉടനെ 6000 രൂപ ഇവിടുന്ന് എണ്ണി തരികയല്ല. ഇപ്പൊ അതിന്റെ അപേക്ഷാ ഫോം വാങ്ങണതേ ഉള്ളൂ. ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വാ, കൊണ്ടുപോവാ. നോക്ക്, നിങ്ങളാരാ? നിങ്ങൾ വിളിച്ചോ? അല്ല, ഞാൻ മൂപ്പരെ പുറകിൽ നിന്ന്. ഇവിടെ അപ്പുറത്ത് എന്ത് ഇവിടെ തരാൻ പറഞ്ഞു? സാറ് പറഞ്ഞത് ഇവിടെ നിൽക്കാനല്ല, പുറത്തിറങ്ങി നിൽക്കാൻ. പുറത്ത്
പൈസ പൈസയോ? 6000 രൂപ. 6000 രൂപ ഞാൻ തരണോ? ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ മേടിച്ചു വെച്ചത്, ഞാൻ വന്നതാണ് ഞാൻ. അതെ മാഡം, ഇതൊരു 6000 രൂപ കൊടുത്തേ. അവിടെ വാങ്ങിച്ചോ. അങ്ങോട്ടില്ല, അവിടെ വാങ്ങിക്കുന്നു. നിങ്ങൾ ആരങ്ങോട്ട് വിളിച്ചത്? സാർ ഇങ്ങനെ കാണിച്ചതിനോട് നിങ്ങൾ അവിടെ പോയി നിൽക്കുന്നു. 6000 രൂപ. അവിടെ 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 ചേട്ടോ അവിടെ ചെയ്. ചേട്ടോ ഇങ്ങോട്ട് വാ. അല്ലേ ഇതിപ്പോ പൈസ ഇവിടെ നല്ല തരുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ നിങ്ങളെ അപേക്ഷ ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചല്ലോ. ഇനി അത് പരിശോധിക്കും. അത് പരിശോധിച്ചിട്ട് അർഹതപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരും. എനിക്കറിയതില്ല സാറേ. അല്ലാതെ ഉണ്ടോ ഇല്ലയോ നമ്മൾ അപേക്ഷ ഫോം പരിശോധിക്കുമ്പോ അറിയാലോ. ഇപ്പൊ ചേട്ടൻ ചെല്ല്. ഓ അത് ബാങ്കിൽ വന്നോളും അക്കൗണ്ടിൽ കേട്ടോ. ഇവിടുന്ന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാരിത് ഒരു കാര്യം അറിയാണ്ട് ഇങ്ങനെ സമയമായി. എന്താ 6000 വന്നാ നിങ്ങളോ? ആ എന്ത് ചെയ്യണ്? കൃഷി. നിങ്ങളോ? എവിടെ? വീട്ടിന്റെ മുറ്റത്ത്. എന്താ കൃഷി? കുരുമുളക്. കുരുമുളക്. പടവലമുണ്ട്. സാറേ ഈ വീടിന്റെ മുറ്റത്ത് കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് വിട്ടെ. പോയിട്ട് ആ അറിയാം, ബാങ്കിൽ വരും. എന്താ കർഷകർക്ക് കൊടുക്കണ 6000 അതിന് വന്നാ. അതെ, അത് കർഷകർ കൊടുക്കുന്നല്ലേ. ഞാൻ കർഷകനാണല്ലോ, കുരുമുളക് കർഷകനാ ഞാൻ. എൻ്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങൾ കർഷകനല്ലാന്ന്. സാറേ സത്യമായിട്ട് ഞാൻ കർഷകൻ. നിങ്ങൾ പെരയിൽ ഒന്ന് നോക്കി, പെരയിൽ ഞാൻ കർഷകനാ. ഇത് പിന്നെ ഓഫീസിൽ വരുമ്പോൾ ക്ലൂസിൽ വരണമെന്ന് ഭാര്യ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പോന്നാ. ശരി, നിങ്ങൾക്ക് ഈ കൃഷി അല്ലാതെ വേറെ എന്താ ജോലി? ഗൾഫിലാണ് ഞാൻ. ഗൾഫിലേനി. അങ്ങനെ പറ. അല്ലല്ല, ഗൾഫിൽ ഇപ്പല്ല, ഇപ്പൊ റിട്ടേൺ അടിച്ചേ. അപ്പൊ ഇവിടെ തന്നെ കൃഷിയായിട്ട് കൂടെ വച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ. അതെ. നിങ്ങൾക്ക് എന്ത് കൃഷിയാണ് പറഞ്ഞത്? കുരുമുളക്. കുരുമുളക്. നിങ്ങൾ ഈ കുരുമുളക് എങ്ങനെയാണ് മുളപ്പിക്കുന്നത്? മുളപ്പിക്കണമൊക്കെ ബാപ്പയാ, ഞാൻ പറിക്കലേ ഉള്ളൂ. ഇതെന്താ ഇത്? ആ ഫോം. ഇത് ഫോമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഫില്ല് ചെയ്യണ്ടേ? ആ ഫില്ല് ചെയ്തൂടി. പേര് മൊയ്തു, 47 വയസ്സ്, ചക്കാലക്ക പറമ്പ്, വാപ്പൻ്റെ പേര് ബീര. നോക്കിക്കണ്ട് എഴുതിയൂടി, ആള് കാത്തിക്കല്ലേ പുറത്ത്. എന്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കോമാളിത്തരം കാണാൻ വേണ്ടി ഇരിക്കല്ല ഞങ്ങളിവിടെ. ഈ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ആ ഫോം ഫില്ല് ചെയ്തിട്ട് കാത്തു നിൽക്കുന്നവരാണ്. ഇവിടെ ആദ്യം പോയിട്ട് ഈ ഫോം ഫില്ല് ചെയ്തിട്ട് പോവാ, എന്നിട്ട് ആലോചിക്കാൻ നമുക്ക് വേണോ വേണ്ടത്. എവിടുത്തെ ഫില്ല് ചെയ്തിട്ട് മറിമായം.